ഞങ്ങൾക്ക് സീറ്റ് വർദ്ധിപ്പിക്കാൻ കഴിയുകയും ചെയ്തു. ഇതൊക്കെയാണ് വസ്തുത എന്നിരിക്കെ പുകമറ നടത്തി പിന്നെ ആളുകളെ കബളിപ്പിക്കാനാണ് ഈ ശ്രമം എന്ന് ഉറപ്പിച്ചു പറയാൻ ഞങ്ങൾക്ക് പറ്റും. അല്ല, ഇതിൽ ഇപ്പോൾ പ്രചരിപ്പിക്കപ്പെട്ട ഓഡിയോ ആരോട് പറയുന്നതാണ്? ഏതെങ്കിലും തരത്തിൽ CPIMൻ്റെ ഒരു നേതാവ് ബന്ധപ്പെട്ടുവെന്നോ സംസാരിച്ചുവെന്നോ പറയാൻ കഴിയില്ല. കാരണം ഞങ്ങൾ ആരും അങ്ങനെ ഇടപെട്ടിട്ടില്ല. ഇത് അദ്ദേഹം തന്നെ വിശദീകരിക്കുന്നത് എന്താ, അത്തരത്തിൽ നേരത്തെ പറഞ്ഞു, പക്ഷേ വസ്തുതാപരമായിട്ട് അങ്ങനെ ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ കോൺഗ്രസ്സിന് ഇപ്പോൾ തൃശ്ശൂർ ജില്ലയിൽ മുഖം രക്ഷിക്കാൻ ഒരു പിന്നെ വാർത്ത വഴിതിരിച്ചു വിടണം. അതാണ് യാഥാർത്ഥ്യം. വളരെ കൃത്യമായി കോൺഗ്രസും BJPയും പ്രഖ്യാപിതമായ നിലപാടുകളിൽ നിന്ന് വഴിമാറി പരസ്പരം സഹായിച്ചതിന് ഒരു ന്യായീകരണവും അവർക്ക് പറയാനില്ല. അപ്പോൾ പിന്നെ ഇങ്ങനെ ചില കുത്തിത്തിരിപ്പുകൾ ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമേ അവർക്ക് വഴിയുള്ളൂ. പക്ഷെ ഉറപ്പിച്ച് ഞാൻ പറയാം, ഒരു സ്ഥലത്തും ഈ ജില്ലയിൽ ഒരു സ്ഥാനം നേടാൻ വേണ്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ രാഷ്ട്രീയത്തിൻ്റെ ബൈപ്പാസ് ചെയ്ത് ഒരു നിലപാടും ഞങ്ങൾ സ്വീകരിച്ചിട്ടില്ല. അങ്ങനെ സ്വീകരിക്കരുത് എന്നുള്ള പാർട്ടിയുടെ നിലപാട് പൂർണ്ണമായും ഉയർത്തിപ്പിടിക്കുന്ന സമീപനമാണ് ഞങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് വടക്കാഞ്ചേരിയുടെ കാര്യത്തിൽ ഇപ്പോൾ നടക്കുന്ന പ്രചാരവേല ശുദ്ധ അസംബന്ധമാണ്. ഒരു തരത്തിലും അതിന് വാസ്തവവുമായിട്ട് ബന്ധമില്ല. എങ്ങനെയാണ് ടാർജറ്റിൽ അങ്ങനെ പറയാൻ കഴിയുക? തങ്ങളുടെ ജയിച്ച 8 പേര് അപ്പുറത്ത് പോയിട്ട് അതുപോലെയാണോ? ഞങ്ങളുടെ ഒരാളും ഒരു സ്ഥലത്തും പോയിട്ടില്ല, കൃത്യമായ വോട്ട് ചെയ്തു. UDFൻ്റെ ഒരംഗം അയാളുടെ വോട്ട് പിന്നെ വേറെ ഇതിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പരിശോധിക്കേണ്ടത് കോൺഗ്രസ്സാണ്. അത് അവരുടെ രാഷ്ട്രീയമായിട്ടുള്ള വീഴ്ചയാണ്. ആ രാഷ്ട്രീയമായ വീഴ്ച മറച്ചു വെക്കുന്നതിന് പ്രത്യേകമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് ഒന്നും വിലപ്പോണ കാര്യമല്ല. അതിന് വസ്തുതയുമായിട്ടും സത്യവുമായിട്ടും ബന്ധമില്ല. അതാണ് അതേക്കുറിച്ച് പറയാനുള്ളത്. അല്ല, കോൺഗ്രസിൻ്റെ സ്വതന്ത്രനായിട്ടുള്ള UDFൻ്റെ സ്വതന്ത്രനായിട്ടുള്ള ഒരാൾ അത് ആ വോട്ട് സംരക്ഷിക്കാനുള്ള ബാധ്യത അവർക്കായിരുന്നു. ഞങ്ങൾ തീരുമാനിച്ചൊരു കാര്യം, BJPയുടെയോ SDPIയുടെയോ വോട്ട് നേടി ഒരിടത്തും ജയിക്കേണ്ടതില്ല എന്നാണ്. ഈ വലിയ വീരവാദം മുഴക്കുന്ന ടാർജറ്റിൻ്റെ പാർട്ടി ഇപ്പം എന്താ ചെയ്യണത്? വല്ല വിലയുണ്ടോ ടാർജറ്റിൻ്റെ പ്രഖ്യാപനങ്ങൾക്ക്? ചൊവ്വന്നൂർ SDPIയുടെ വോട്ട് നേടി ജയിച്ച ആൾ രാജിവെക്കാൻ പറഞ്ഞു, പോയി പണിയോക്കാൻ പറഞ്ഞു. ഇതല്ലേ അവരുടെ സ്ഥിതി. മറ്റത്തൂർ എന്താ സംഭവിക്കുന്നത്? അപ്പോൾ യഥാർത്ഥത്തിൽ സ്വന്തം പാർട്ടിയുടെ നിലപാട് തന്നെ പരസ്യമായിട്ട് തെരുവിൽ അലക്കപ്പെടുമ്പോൾ അതിൽ നിന്ന് വഴിതിരിച്ചു വിടാനുള്ള സംഗതിയല്ലാതെ ഇതിനകത്ത് യാതൊരു വസ്തുതയില്ല. ഞങ്ങൾക്ക് ഈ കാര്യത്തിൽ തുറന്ന നിലപാടാണുള്ളത്. ഒരു തരത്തിലുള്ള 50 ലക്ഷത്തിന്റെ കോഴ ആരോപണം നിഷേധിക്കുകയാണ് CPM. അത് അസംബന്ധമാണ്. അത് കുത്തിത്തിരിപ്പുണ്ടാക്കാൻ കോൺഗ്രസ് നോക്കുന്നതിന്റെ ഭാഗമാണ് എന്നും CPM ജില്ലാ സെക്രട്ടറി പറയുകയാണ്. പക്ഷേ 50 ലക്ഷം രൂപ ഓഫർ ചെയ്തു എന്ന ഈ അംഗത്തിന്റെ ശബ്ദ സന്ദേശവും അയാൾ LDFന് അനുകൂലമായി വോട്ട് ചെയ്തു എന്നുള്ളതും അതിനുശേഷം അയാളെ ഇപ്പോൾ കാണാനില്ല എന്ന വസ്തുതയും യാഥാർത്ഥ്യമാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.